നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദാറ്റ്സ് വൈ എന്നുള്ള ഫ്രേസിനെ പറ്റിയാണ്. ഈ ഒരു ഫ്രേസ് നിങ്ങളെല്ലാവരും കോൺവെർസേഷനിലൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫ്രേസ് നമ്മൾ കോൺവെർസേഷൻ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. നമുക്ക് നോക്കാം ദാറ്റ്സ് വൈ എന്താണെന്ന്. ദാറ്റ്സ് വൈ നമ്മൾ യൂസ് ചെയ്യുന്നത് ദെയർ ഫോറിന് പകരമാണ്. അതായത് നമ്മൾ ദെയർ ഫോർ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് സ്കൂൾ കാലം മുതലേ കേൾക്കുന്നതാണ് ദെയർ ഫോർ എന്നുള്ളത്. അതായത് അതുകൊണ്ടാണ് എന്നൊരാശയമാണ് ദെയർ ഫോർ എന്നുള്ളത്. അതേ അർത്ഥം തന്നെയാണ് ദാറ്റ്സ് വൈക്കുമുള്ളത്. അതുകൊണ്ടാണ് എന്നൊരാശയമാണ് ദാറ്റ്സ് വൈക്കുമുള്ളത്. നമുക്ക് ദാറ്റ്സ് വൈ ചേർത്തുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് പോവാം. ഷീ ആൾവേസ് റൂഡ്, ദാറ്റ്സ് വൈ ഐ ഡോണ്ട് ടോക്ക് ടു ഹെർ എനിമോർ. അവൾ എപ്പോഴും റൂഡാണ്, മീൻസ് മോശമായിട്ടാണ് പെരുമാറുന്നത്. ദാറ്റ്സ് വൈ ഐ ഡോണ്ട് ടോക്ക് ടു ഹെർ എനിമോർ. അതുകൊണ്ടാണ് ഞാൻ അവളോട് കൂടുതലൊന്നും സംസാരിക്കാത്തത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ആ സെൻറ്റൻസിൽ അതുകൊണ്ടാണ് എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദാറ്റ്സ് വൈ ചേർത്തിരിക്കുന്നത്. നമുക്കിനി ദാറ്റ്സ് വൈ ചേർത്തുള്ള കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. അതാണ് ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. യു ഡിഡ്ന്റ് ലിസൺ, ദാറ്റ്സ് വൈ യു ഗോട്ട് ഇൻ ട്രബിൾ. നീ കേട്ടില്ല, ഞാൻ പറയുന്നത് നീ കേട്ടില്ല മീൻസ് ശ്രദ്ധിച്ചില്ല. ദാറ്റ്സ് വൈ യു ഗോട്ട് ഇൻ ട്രബിൾ. അതുകൊണ്ടാണ് നീ പ്രശ്നത്തിൽ പോയി ചാടിയത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദാറ്റ്സ് വൈ ഐ ഡോണ്ട് കോൾ യു, യു നെവർ ആൻസർ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിക്കാത്തത്, യു നെവർ ആൻസർ. നീ ഒരിക്കലും ഫോൺ എടുക്കത്തില്ല എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ദാറ്റ്സ് വൈ ഐ ഡോണ്ട് കോൾ യു, യു നെവർ ആൻസർ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തത്, നീ ഒരിക്കലും ഫോൺ ആൻസർ ചെയ്യത്തില്ല എന്നുള്ളൊരു സെൻറ്റൻസാണ്. ഇതെല്ലാം കോൺവെർസേഷൻ സെൻറ്റൻസാണ്. നമ്മൾ സംസാരിക്കുമ്പോഴാണ് ദാറ്റ്സ് വൈ എന്നുള്ള ഫ്രേസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ദെയർ ഫോർ എപ്പോഴായിരുന്നു യൂസ് ചെയ്യുന്നത്? നമ്മൾ കൂടുതലായിട്ടും എക്സാമുകളൊക്കെ എഴുതുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ദെയർ ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെയർ ഫോറിൻ്റെ അതേ ആശയം തന്നെയാണ് ദാറ്റ്സ് വൈക്കും. നെക്സ്റ്റ്, ഐ ഹാവ് നോ ഐഡിയ, ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. എനിക്ക് ഒരു ഐഡിയയുമില്ല, ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു നോട്ട് ടു ഗോ ടു ബൈ കാർ. അതുകൊണ്ടാണ് അതിന് ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഒരാളോട് പറയാണ് ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു നോട്ട് ടു ഗോ ബൈ എ കാർ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് കാറിൽ പോകരുതെന്ന്. എന്തോ ഒരു സംഭവം ഉണ്ടായി, അതവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ആ സെൻറ്റൻസിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കാറിൽ പോകരുത് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു നോട്ട് ടു ഗോ ബൈ യുവർ സെൽഫ്. അതേ സെൻറ്റൻസാണ്, യുവർ സെൽഫ് വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഒറ്റയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അദ്ദേഹം മുമ്പ് പാസ്റ്റിലെ സെൻറ്റൻസാണ്, മുമ്പ് എവിടെയോ പോയി എന്തോ പ്രശ്നമുണ്ടായി. അപ്പം ഇങ്ങനെ പറയാണ് ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു നോട്ട് ടു ഗോ ബൈ യുവർ സെൽഫ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഒറ്റയ്ക്ക് പോകരുത് എന്ന്. നെക്സ്റ്റ്, ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് യു നോട്ട് ടു ഗോ എലോൺ. അതാണ് ഞാൻ നിന്നോട് പറയുന്നത് ഒറ്റയ്ക്ക് പോകരുത് എന്ന്. ഇത് പ്രസൻറ്റാണ്, ഇപ്പോൾ പോകുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് യു നോട്ട് ടു ഗോ എലോൺ. നീ ഒറ്റയ്ക്ക് പോകരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, മൈ അലാറം ക്ലോക്ക് ഡിഡ്ന്റ് വർക്ക്, ദാറ്റ്സ് വൈ ഐ വാസ് ലേറ്റ്. എൻ്റെ അലാറം വർക്ക് ചെയ്തില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ ലേറ്റ് ആയത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, യു ഡിഡ്ന്റ് കം അറ്റ് 4, ദാറ്റ്സ് വൈ ദേ വെന്റ് വിത്തൗട്ട് യു. നീ 4 മണിക്ക് എത്തിയില്ല, അതുകൊണ്ടാണ് അവർ നിന്നെ കൂട്ടാതെ പോയത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഇനിയുള്ള സെൻറ്റൻസുകൾ റീസൺ ഞാൻ എഴുതിയിട്ടില്ല. ദാറ്റ്സ് വൈ ചേർത്തുള്ള ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. റീസൺസുകൾ ഞാൻ എഴുതിയിട്ടില്ല. അത് നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് ബാക്കി പൂരിപ്പിച്ചാൽ മതി. നോക്കാം. ദാറ്റ്സ് വൈ യു ആർ ഹിയർ. അതുകൊണ്ടാണ് നീ ഇവിടെ ഉള്ളത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അതിൻ്റെ ഒരു ആശയം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ചിലപ്പം അദ്ദേഹത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചായിരിക്കും, അതുകൊണ്ടാണ് നീ ഇവിടെ ഉള്ളത് എന്ന് പറയുന്നതായിരിക്കും അദ്ദേഹത്തോട്. നെക്സ്റ്റ്, ദാറ്റ്സ് വൈ വി ആർ ഹിയർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. മീൻസ് ചിലപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് പോയതായിരിക്കും, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാവും. റീസൺ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് എഴുതിയാൽ മതി അവിടെ. നെക്സ്റ്റ്, ദാറ്റ്സ് വൈ ഹീ ഗോട്ട് അപ്പ് ഇയർലി. അതുകൊണ്ടാണ് അവൻ നേരത്തെ എണ്ണിച്ചത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. എവിടെയെങ്കിലും പോകാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ നോക്കി ഒരാൾ പറയുകയാണ് ദാറ്റ്സ് വൈ ഹീ ഗോട്ട് അപ്പ് ഇയർലി. അതുകൊണ്ടായിരിക്കും അദ്ദേഹം നേരത്തെ എഴുന്നേറ്റത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ദാറ്റ്സ് വൈ ഐ കനോട്ട് എഗ്രി വിത്ത് യു. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് എഗ്രി ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറയുകയാണ് ദാറ്റ്സ് വൈ ഐ കനോട്ട് എഗ്രി വിത്ത് യു. അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് എഗ്രി ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്,
ദാറ്റ്സ് വൈ ഐ ഡിഡ്ന്റ് ടെൽ യു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാഞ്ഞത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. എന്തെങ്കിലും റീസൺ കാണും, പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണും. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് ദാറ്റ്സ് വൈ ഐ ഡിഡ്ന്റ് ടെൽ യു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്, പാസ്റ്റാണ്. നെക്സ്റ്റ്, ദാറ്റ്സ് വൈ ഐ ബ്രോട്ട് യു ഹിയർ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ നല്ലൊരു മനോഹരമായ പ്ലേസിൽ കൊണ്ടുപോയിട്ട് പറയുമായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് അതുകൊണ്ടാണ് ഐ ബ്രോട്ട് യു ഹിയർ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആർ യൂസ്ഫുൾ ലാംഗ്വേജസ്, ദാറ്റ്സ് വൈ ഐ സ്റ്റഡി ദം. ഗ്രീക്കും ലാറ്റിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജാണ്. ദാറ്റ്സ് വൈ ഐ സ്റ്റഡി ദം. അതുകൊണ്ടാണ് ഞാനത് പഠിക്കുന്നത് എന്നുള്ളൊരു സെൻറ്റൻസാണ്. അപ്പോൾ ദാറ്റ്സ് വൈയെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. കോമൺ ആയിട്ട് കോൺവെർസേഷനിലൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു ഫ്രേസാണ് ദാറ്റ്സ് വൈ എന്നുള്ളത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ഇതേപോലത്തെ ഒരുപാട് ഫ്രേസുകളുണ്ട്, അത് ഞാൻ എടുക്കുന്നതായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ദാറ്റ്സ് വൈയെ പറ്റി ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ധൈര്യമായിട്ട് നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.